ആദ്യം ചെന്നേച്ച് പുറത്ത് ഞാനൊരു ഞോണ്ട്, രണ്ടാമത്തെ പ്രാവശ്യം തോളൽ ഞാൻ ഞോണ്ടിക്കഴിഞ്ഞപ്പോഴേ ഒരൊറ്റ അടി ഉള്ളി കയറിയ അദ്ദേഹത്തിന്റെ വീട്ടിൽ. ഞോണ്ടാതെ കാര്യം പറയാൻ പറ്റത്തില്ല. ഒരടുത്തിരുന്ന് വരുന്നത് ഞാൻ ചോദിച്ചു, ഈ ഞോണ്ടലിന് ഇത്രമാത്രം ഗൗരവം. അന്നേരം പറഞ്ഞ് വീട്ടിൽ ചെന്നിട്ട് ഭാര്യയോട് ചോദിക്കുക, വേറെ ഏതെങ്കിലും പുരുഷന്മാര് ഇങ്ങോട്ട് ഞോണ്ടിയാ അനുവദിക്കുമെന്ന് ചോദിക്കുക, നിങ്ങളുടെ നേരിട്ട് ഞോണ്ട് സമ്മതിക്കുമോ? ഇവിടെ ഞങ്ങളുടെ കൂടെ ഒരു ബ്രദർ ഉണ്ടായിരുന്നു, രാജു ബ്രദർ. പുള്ളിക്കാരന് അത് അദ്ദേഹത്തിന്റെ ചെറുതിരമുള്ള ശീലം ഞോണ്ടിയ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പല സ്ത്രീകളും എന്നോട് വന്ന് പറഞ്ഞിട്ടുണ്ട്, വേണ്ട ആ ബ്രദർ ഞോണ്ടിയ കാര്യം പറയുന്നത് അത് പാടില്ല എന്ന് പറയുന്നത്. അപ്പോഴേ ഒരു സ്ത്രീയുടെ ശരീരത്തിൽ ഞോണ്ടെന്ന് നിങ്ങൾക്ക് പറ്റാനായിട്ട് സാധിക്കുന്നില്ലെങ്കിൽ ഏത് വിശ്വാസം അർപ്പിച്ചാണ് നിങ്ങളുടെ മക്കളെ പുറത്തു വിട്ടിരിക്കുന്നത്? ഏത് വിശ്വാസത്തിലാണ് നിങ്ങൾ വിട്ടിരിക്കുന്നവര്? അവര് വിവാഹമൊന്നും ശരിയല്ല, പറ്റത്തില്ല, അയാള് കുടിയനാ, പ്രശ്നക്കാരനാണെന്നൊക്കെ പറഞ്ഞിട്ട് വരുമ്പോഴേ അവർക്ക് സംഭവിച്ച കാര്യം യഥാർത്ഥത്തിൽ പറയുമോ? പറയാൻ സാധിക്കുമോ? പറ്റുമോ പറയാനായിട്ട്? അതുകൊണ്ട് കാശ് ഒന്നിനും ഉപകരിക്കില്ല. ജീവിതം നശിച്ചു കഴിഞ്ഞാൽ കാശ് യാതൊന്നിനും ഉപകരിക്കുന്നില്ല. അത് നിങ്ങൾക്ക് ദൈവത്തിന്റെ ആത്മാവിനെ കിട്ടിക്കഴിയുമ്പോഴേ അറിയത്തുള്ളൂ. അതില്ലാത്തിടത്തോളം കാശ് എല്ലാത്തിനും വലുതെന്ന് നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അന്ധകാര ശക്തി ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടമായി. സോദോം ഗൊമോറ നശിപ്പിച്ച ഇതുപോലുള്ള പ്രശ്നം കൊണ്ട്. നോഹയുടെ കാലഘട്ടത്തും ലോകം ജലപ്രളയം കൊണ്ട് നശിപ്പിച്ചത് ഇത് തന്നെയാണ് കാരണം. ഇന്നും ഇത് തന്നെയാണ് നശിക്കാൻ പോകുന്നതിന്റെ കാരണം. സമ്പത്തിനോട് ആർത്തി തോന്നി വേണ്ടാത്ത, എപ്പോഴും ഇവിടെ വരുന്നവരോട് ഞാൻ പറയാറുണ്ട്, പെൺമക്കളുണ്ടായാല് 10ാം ക്ലാസ്സോ +2ഓ +1ഓ ഒക്കെ പഠിപ്പിച്ചിട്ട് ഏതെങ്കിലും ഒരു കൈ പിടിച്ചേൽപ്പിക്കുക. വിവാഹം കഴിഞ്ഞതിന് ശേഷം അവർ പഠിക്കുകയോ ജീവിക്കുകയോ എന്ത് വേണേലും ചെയ്തോട്ടെ, ഉത്തരവാദിത്തോടുള്ള ജീവിതമാകുമല്ലോ. മാതാപിതാക്കളുടെ കടമയാണത്. അതല്ലാതെ പെൺമക്കളെ വിട്ട് നശിപ്പിക്കുന്നതല്ല മാതാപിതാക്കളുടെ കടമ. അവര് വിവാഹത്തിലേക്ക് പ്രവേശിച്ചതിന് ശേഷം വിവാഹ ജീവിതം അവർക്ക് പറ്റുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാറി വരുമ്പോൾ തിരിഞ്ഞു വരുമ്പോൾ നിങ്ങൾ ചിന്തിക്കരുത് ഇത് തെറ്റ് മൊത്തം ഈ ഭർത്താവിൻ്റെതല്ല അവരുടെ വീട്ടുകാരുടേതാണെന്ന് ചിന്തിക്കരുത്. അവർക്ക് പറയാനായിട്ട് വേറെ കാര്യങ്ങളൊന്നും ഇല്ല. അവരുടെ ജീവിതം നശിച്ചു പോയെന്ന് പറയാനായിട്ട് അവർക്ക് പറ്റില്ല. എപ്പോഴും അത് രഹസ്യമായിട്ട് ഒളിച്ചു തന്നെ വെച്ചോണ്ടാ പോകുന്നത്. അതുകൊണ്ട് അവരേത്തിന് പ്രായമായി കഴിയുമ്പോൾ വന്നിരുന്നിട്ട് വലിയ വായിലേക്ക് അരഞ്ഞുകൊണ്ട് പറഞ്ഞു, എന്റെ ജീവിതം ഞാൻ നശിപ്പിച്ച്, എന്റെ ഭർത്താവിനെ ഞാൻ വഞ്ചിച്ച്. കുറ്റബോധം ഹൃദയത്തിൽ കിടക്കുക, മായത്തില്ലത്. ഇന്നലെ നാളെ മറന്നേക്ക് അത് പുറത്തു വരും. ലൂക്ക 8:17. മറിഞ്ഞിരിക്കുന്ന ഒന്നും വെളിപ്പെടാതിരിക്കില്ല, മറിഞ്ഞിരിക്കുന്ന ഒന്നും വെളിപ്പെടാതെ പോവില്ല. അത് മനുഷ്യഹൃദയത്തെ മറച്ചു വെക്കാനായിട്ട് സാധിക്കത്തില്ല. മരിയ ഗരീത്തയുടെ അവളുടെ അമ്മയാ പറഞ്ഞത്, മോളെ പാപം ചെയ്യുന്നതിനേക്കാൾ നല്ലത് മരിക്കുന്നതാണ്. അത് തന്നെ സ്വീകരിച്ചവള്. അമ്മ പറഞ്ഞ വാക്ക്. ഇന്ന് അമ്മമാർക്ക് പറയാനുള്ള നേരമില്ല, അപ്പന് പറയാനുള്ള നേരമില്ല. വഴിയെ കൂടെ നടന്നു പോകുന്നവനാണ് അവരൊക്കെ ആശ്വാസമാക്കി പറഞ്ഞു കൊടുക്കുന്നത്. പിന്നെ ആടെ പറയുന്ന പോണ്ട, നീ നല്ലതാണ്, സുന്ദരിയാണ്, നല്ല കണ്ണ്, മൂക്ക്, ചെവി എന്നൊക്കെ വഴിയെ പോകുന്നവനാ പറയുന്നത്. അതിലങ്ങ് വീണ് പോവുക. അതുകൊണ്ട് ലോകത്തിന്റെ സമാധാനത്തിനും ആശ്വാസത്തിനും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം. കാരണം നമ്മള് സമ്പത്തിന് ലക്ഷ്യം വെക്കുമ്പോഴേ നാശമാണ് നമ്മുടെ കൈനീട്ടി മേടിക്കണമെന്ന് ഓർക്കുക. മക്കൾക്ക് നിങ്ങൾ നല്ല ജോലിയൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ട് അവരെ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ചാല് ഒരിക്കലും ആ ഒരു വിവാഹ ജീവിതം സുഖമായ രീതിയിൽ മുന്നോട്ട് പോയില്ല. ജീവിതം അവർ ജീവിക്കത്തില്ല. അതുകൊണ്ട് അവരേതിന് പറയുന്നത്, ഇപ്പൊ എന്റെ മോളുടെ വീട്ടുകാര് ഭയങ്കര കേടികളാണ്, അവര് ഭയങ്കര ക്രൂരരാണ്. എന്റെ ഹൃദയത്തിൽ പാപം വെച്ചോണ്ടാണ് ഞാൻ ചെന്നിരിക്കുന്നത് നോക്കുന്നതും. പാപത്തിനെ മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ.
പാപകരമായ ചിന്ത മാത്രമേ എനിക്ക് ചെല്ലുന്നിടത്ത് വീക്ഷിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് എത്ര പാവപ്പെട്ടവരാണെന്ന് പറഞ്ഞാലും അമ്മായിയപ്പനും അമ്മായിയമ്മയെ ക്രൂരരായിട്ട് തോന്നും. മദ്യപിച്ചിട്ട് വരുന്ന ഭർത്താവിന്റെ ഇരിക്കല് മൂടിക്കൊണ്ട് നിൽക്കുന്നവർക്ക് അടി. അവള് പറയുന്നത്, ബ്രദറെ, ഞാൻ ഒരക്ഷരവും മിണ്ടുന്നില്ല, ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു പോയില്ലേ, അതിനുശേഷം ഞാൻ ഒന്നും മിണ്ടുന്നില്ല, ഇങ്ങനെ അടച്ചു പിടിച്ചോണ്ടാണ് നിൽക്കുന്നത്. പക്ഷെ അയാള് വന്നിട്ട് എന്റെ മൂക്കടങ്കം അടിക്കുന്നത്. എന്തിനാ അടിക്കുന്നതെന്ന് അറിയത്തില്ല. അതെന്തിനാ അടിക്കുന്നതെന്ന് പിന്നെ ഇവിടുന്ന് പറഞ്ഞു കൊടുത്തു. ആദ്യം തുടങ്ങുന്ന ഇങ്ങനെ, അമ്പേ പോയിട്ട് വരിക, എല്ലാം നശിപ്പിച്ചു, എല്ലാം ഗുണപ്പെടുത്തി, ഒരു നിർത്തമില്ലല്ലോ. ഒരു പുള്ളിക്കാരി പറഞ്ഞു, അത് ഞാൻ ഭാവൊന്നും തുറന്നില്ല, ഇത് മനസ്സിലാ പറയുന്നത്, മനസ്സുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. പിശാചനറി പറയുന്ന വാക്കുകൾ എന്തുവാണ്. അതുകൊണ്ടാ വരുന്നവൻ അന്നേരം മൂക്കടങ്ങും അടിക്കുന്നത്. ആത്മാവിനെ ശ്രവിക്കുന്നു. അതുപോലെ പാപകരമായ അവസ്ഥ നിങ്ങളുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ കുറെ കഴിയുമ്പോൾ നിങ്ങൾക്ക് ഉറക്കം ഉണ്ടാകത്തില്ല. ശരീരഭാഗങ്ങൾ അവിടെ ഇവിടെയൊക്കെ ജീർണിക്കാൻ തുടങ്ങും, രോഗപീഡനമാകും, പ്രശ്നങ്ങളായിട്ട് മാറും. എബ്രായർ 12:15 വിദ്വേഷത്തിന്റെ വേര് വളർന്ന് ഉപദ്രവം ചെയ്യാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുക. അതുകൊണ്ട് ആ അമ്മമാരിരിക്കാൻ മക്കൾ വന്നിട്ട് പറയും, ഞാൻ അവിടെ ജോലിക്ക് പോകുന്നില്ല, ജോലി ചെയ്യാൻ എനിക്ക് പറ്റത്തില്ല. എന്നാലും മോളെ പോയിരുന്ന പട്ടിണിയാകത്തില്ലയോടി. ആ ലോൺ അടയ്ക്കണം, വീട് പട്ടിണിയാവും. പിന്നെയും ചെല്ലുക. ഇവിടെ വന്ന് പറയുന്നത് എന്തുവാ, ഇത് ഒരുത്തനോടെ വന്ന് വലിയൊരു ജവളിക്കട നടത്തുന്ന 5 കടയുണ്ടായിരുന്നവന്, ജവളിക്കട നടത്തുന്നവന്, കടയ്ക്കകത്തന്നെ വ്യഭിചാരം. പെൺപിള്ളേര് മാറി മാറി വരുക, പേപ്പറിൽ പരസ്യം കൊടുക്കുമ്പോ ഇടിച്ചു കയറുക പെൺപിള്ളേര്. നിബന്ധനകളാ അവിടെ കാണാൻ കൊള്ളാവുന്നവരെയൊക്കെയാണ് അവിടെ എടുക്കുന്നത്. അവിടെ തുടർന്ന് പോകണമെങ്കിൽ അവിടെ നിൽക്കുന്ന അവര് പറയുന്നതൊക്കെ അനുസരിക്കണം. അപ്പൊ അതിനായിട്ട് അവരൊരു പ്രത്യേക റൂമും സജ്ജീകരിച്ചിട്ടുണ്ട്. അതിനകത്ത് തന്നെ വ്യഭിചാരം നടക്കുന്ന സ്ഥലം തീർന്നു പോയി. 5 കട പൊട്ടിപ്പോയി. ആദ്യം ഒരെണ്ണം തകർന്നു, നല്ല കച്ചവടം നടന്നിരുന്നതാ. ക്രമേണ അത് നീർന്നു വരികയായിരുന്നു. അങ്ങനെ 5 കടയും പൊട്ടിയപ്പോഴും അദ്ദേഹം ഇതെന്താന്ന് അറിയാനായിട്ട് വന്നപ്പോ കർത്താവ് പറയുന്ന 6-ാം പ്രമാണത്തിൽ ലംഘനം. നിങ്ങളുടെ വീട്ടിൽ അവർ ചെയ്യുവാണെങ്കിൽ, 6-ാം പ്രമാണത്തിൽ ലംഘനം നിങ്ങളുടെ ഭവനത്ത് നടക്കുകയാണെങ്കിൽ, ആ ഭവനം നിങ്ങൾക്കെതിരായിട്ട് സാക്ഷ്യം നൽകും. അതാ അവിടെ ഇങ്ങനെ മേലോട്ട് നോക്കി കിടക്കുന്നത്. കാലും കയ്യൊക്കെ തളർന്ന് മേലോട്ട് നോക്കി കിടക്കും. നേരം ചിന്തിക്കുക, ഈ മതിലെന്നെ മറച്ചായിരുന്നു, ഉത്തരവും കഴിക്കൂലും ഒക്കെ മറച്ചായിരുന്നു. അവിടെ പറയുന്നില്ല, ആരും കാണുന്നില്ല, ആരും കാണത്തില്ല, ഇല്ലേ? ആരെങ്കിലും കാണുമോ നമ്മൾ ചെയ്യുന്ന പറയുന്നതല്ലോ? അറിയുമോ ആരും അറിയുന്നില്ല. അതുകൊണ്ടാ കർത്താവ് പറയുന്നത്, നിങ്ങൾ നിശബ്ദരായാല് ഈ കല്ലുകള് ആർത്ത് പിടിക്കും. കായംകുളം സെന്റാനിപ്പള്ളിയില് കല്ല് ആർത്ത് പിടിച്ചായിരുന്നു. അവിടെ മധ്യസ്ഥ പ്രാർത്ഥന അവിടെ കഴിഞ്ഞതിന് ശേഷം അവിടെ വരുന്ന ആളന്മാരോട് സ്തുതിക്കാൻ പറയുമ്പോഴ് കർത്താവിനെ ഇങ്ങനെ ഞഞ്ഞാന്ന് പറയും, കൊഞ്ഞനെ കാണിക്കും, ഇത്രയും പൊക്ക് ഞഞ്ഞാന്ന് പറഞ്ഞിട്ട് പറയുക. സ്തുതിപ്പല്ല. ഒരു ദിവസം അവരോട് പറഞ്ഞ്, നിങ്ങളെ സ്തുതിക്കാനായിട്ട് മടി കാണിക്കുന്നതുകൊണ്ട് ഈ കല്ലുകൾ സ്തുതിക്കുന്നവിടെ നാളെ നിങ്ങൾ കാണും, നിങ്ങൾ കേൾക്കും. കുറച്ച് ദിവസം കഴിഞ്ഞ് ഞാനവിടെ 12 മണിക്കാണ് അവിടെ പള്ളി ചെല്ലുന്നത്. വെള്ളിയാഴ്ച 12 മണി മുതലാണ് അവിടെ പ്രാർത്ഥന തുടങ്ങുന്നത്. ഞാനൊരു വെള്ളിയാഴ്ച അവിടെ ചെന്നപ്പോഴേ പ്രാർത്ഥനയ്ക്ക് വന്ന ആൾക്കാരെല്ലാം അവിടെ വഴിയിലും പള്ളിയുടെ വാതക്കിലും ഒക്കെ നിൽക്കുന്നു. നിരന്ന് നിൽക്കുക അവിടെ അപ്പുറവും ഇപ്പുറവും ഒക്കെ ആയിട്ട്. നിരഞ്ഞിനെ തെക്കേവശമൊക്കെ നിൽക്കുന്നവര് വടക്കേവശം നിൽക്കുന്നവരോട് വിളിച്ച്, അവിടെ കേൾക്കാവോ? അന്നേരം പറയുന്നത് കേൾക്കാം. എന്തുവാ സൗണ്ട്? മണിയടിക്കുന്ന സ്വരം കേൾക്കുകയാണ്. വടക്കുന്ന തെക്കോട്ടും തെക്കുന്ന വടക്കോട്ടും. എവിടാ മണിയടിക്കുന്നതെന്ന് അറിയത്തില്ല.
മണിയടിക്കുന്ന പോലുള്ള ഒരുപാട് കൂട്ടം മണിയടിക്കുന്ന സ്വരം. അവിടെ ചെന്ന് കയറിക്കഴിഞ്ഞതിന് ശേഷം അവരോട് പറഞ്ഞ്, നിങ്ങൾ സംശയിക്കണ്ട, നിങ്ങളോട് പറഞ്ഞിരുന്നല്ലോ, നിങ്ങൾ സ്തുതിക്കാൻ മടി കാണിച്ചു കഴിഞ്ഞാല് ഈ കല്ലുകൾ സ്തുതിക്കുമെന്ന് പറഞ്ഞില്ലേ, അതാ സംഭവിക്കുന്നത്. ആ നിമിഷം നിന്ന് ആ മണിയടി വരും. ഏതാണ്ട് 2-3 മാസം കഴിഞ്ഞപ്പോഴേ പെന്തക്കോസ്ത് ദിനമായിരുന്നു. അന്ന് കരങ്ങൾ ഉയർത്തി അവിടെ നിന്നവര് കൂടി നിന്നവരെല്ലാം, അവിടെ 7-8 പേരെ ഉണ്ടായിരുന്നുള്ളു. അവരെല്ലാം അവിടെ കൂടി സ്തുതിക്കാനായിട്ട് തുടങ്ങിയപ്പോഴ് സ്തുതിപ്പ് ശക്തി പ്രാപിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ബസ് സ്റ്റാൻഡിൽ നിന്നിരുന്ന ആൾക്കാരൊക്കെ ഓടി വന്ന് രാവിലെ 7:30 മണിയെ ബൈബിളിൽ പറയുന്ന സമയമൊക്കെയാ അത്. 7:30 തുടങ്ങിയ സ്തുതിപ്പ് 9 മണിവരെയൊക്കെ നീണ്ടുപോവുകയാണ്. മച്ചിന്റെ മേളിൽ കിടന്നിരുന്ന മരപ്പട്ടിയുടെ കുഞ്ഞുങ്ങള്, ചേര, എലി, അണ്ണാന്റെ കുഞ്ഞുങ്ങള്, എന്തെല്ലാമാണ് മച്ചിന്റെ മേളിൽ താഴെ വീണോണ്ടിരുന്നത് പള്ളിക്കകത്ത്. 1 6 അടി നീളമുള്ള ഒരു മഞ്ഞച്ചേര തെങ്ങ് വെട്ടിയിരുന്ന പോലെ അവരുടെ താഴെ വീണു. അതുകൊണ്ടാണ് നമ്മള് കുതിപ്പ് നടക്കുന്ന സ്ഥലങ്ങളില് ഒരു ക്ഷുദ്ര ജീവികളും ഉണ്ടാകത്തില്ല. കാര്യങ്ങളും ബസ് സ്റ്റാൻഡിലൊക്കെ നിന്നിരുന്നവർ ഓടി വന്ന് അവിടെ പള്ളിയുടെ വാതൊക്കെ നിന്നിട്ട് പറയുന്നു, ഇവർക്ക് വട്ടായതാണെന്ന് പറയുന്നു. കുറച്ചുപേര് അവിടെ നിന്നിട്ട് പറഞ്ഞത് വെള്ളമടിച്ചതാ, ഇന്നലത്തെ കെട്ടുവിട്ടില്ല. ആ 4 ആണുങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് അവര് പറയുന്നത് ഇന്നലത്തെ കെട്ടുവിട്ടില്ല, അതുകൊണ്ടാണ് ഈ സ്വരം കേൾക്കുന്നത്. ശക്തമായിട്ട് സ്തുതിക്കുമ്പോഴ് നമ്മുടെ ഹൃദയത്തിലുണ്ടായിരിക്കുന്ന എല്ലാ ബന്ധനങ്ങളും വിട്ടുപോയിട്ടാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങി വരുന്നത്. ഒരു വ്യക്തിയുടെ മരണം ഒരിക്കലും നമുക്ക് നിർണയിക്കാനായിട്ട് സാധിക്കത്തില്ല. ഏത് സമയത്തായിരിക്കും എന്ന് പറയാൻ പറ്റുമോ? ഒരിക്കലും പറ്റത്തില്ല. ജനനമോ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ എപ്പോഴാ ജനിച്ചതെന്ന്? പിന്നെ അവിടെ നോക്കിക്കാൻ പോകുന്നത് എന്റെ നാളെന്തുവാ ഇന്നാളെന്തുവാ എന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്നില്ലേ? ആ മൂലം നക്ഷത്രം, ചോതി, ആയില്യം വന്നു കഴിഞ്ഞാൽ ഉടനെ മുള നടണം അല്ലേ? ശവം ദഹിപ്പിച്ച അതെടുത്ത് കൊണ്ടുവന്ന് കുഴിച്ചിടണം, എന്നാലേ അവിടെ രക്ഷപ്പെടുത്തുള്ളൂ. ആയില്യംകാരൻ തന്നെ. ഇല്ലെങ്കിൽ എന്താ ദോഷമാണെന്നാ പറയുന്നത്. കയ്യിലിരിപ്പ് മാറ്റിയ ദോഷം ഉണ്ടോ? പിന്നെ ഉണ്ടോ? ഹല്ലേലൂയ. ഒരു കുഞ്ഞ് എപ്പോഴാ ജനിച്ചതെന്ന് ആർക്കറിയാവുന്ന? ദൈവമല്ല വേറെ ആരെങ്കിലും അറിയുന്നുണ്ടോ? ആ കുഞ്ഞിനെ സ്വീകരിക്കാനുള്ള തയ്യാറായ അമ്മ അറിയുന്നുണ്ടോ അത് ജനിച്ചിട്ടുണ്ടെന്ന്? ഉണ്ടോ? ഇല്ല. ഇതെങ്ങനെ അറിയുന്നേ? ജനിച്ച നാള് മുതല് ശപിച്ചും പ്രാഗിയൊക്കെ കൊണ്ടു നടക്കുന്ന പീരീഡ് നിന്നു പോകുമ്പോഴാ ഇതെന്താ കാര്യമെന്ന് അന്വേഷിക്കാൻ പറ്റും. പരിശോധന നടത്തി അതറിയുന്ന നീ ഗർഭിണിയാണ് അല്ലേ? ഇല്ലാതെ അറിയുവോ? അന്നേരം ഇവിടെ കബഡി നിരത്തി അല്ലാതെയൊക്കെ ഏതാ നക്ഷത്രം? അത് ചോതി, ഭരണി, എവിടുന്ന് വരുന്നത് ഈ മൂലം ഭരണിയൊക്കെ? അത് പറയുന്നത് അമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറത്തോട്ട് വരുന്നതാ ജനനമെന്നും പറഞ്ഞിരിക്കുന്നു. അതാണോ ജനനം? അല്ല. കാരണം 1 വയസ്സ് വരെ ഒരു കുഞ്ഞ് അമ്മയുടെ ഉദരത്തിൽ വളരുകയെ, പിന്നെ അരച്ചാം വയറിന്റെ കാര്യത്തിന് വേണ്ടി അവരിങ്ങനെ കബഡിയൊക്കെ നിരത്തി വെച്ചോണ്ടിരിക്കുന്നു. പ്രശ്നം വെക്കാൻ പോകുന്ന പറയുന്നത് പ്രശ്നക്കാരാ ചെല്ലുന്നത് അല്ലേ? അവര് പറയുന്നത് പ്രശ്നം അവരും പറയുന്നത്. അതുകൊണ്ട് അയലത്തുള്ളവരോട് അതിനി മിണ്ടരുതെന്ന് പറയും. ഒരു ക്രിസ്ത്യാനി കുടുംബം നോക്കിക്കാൻ പോയി. തൊട്ട് വടക്കേറുണ്ടായിരുന്ന ഒരു കുടുംബം ഉണ്ടായിരുന്നു. അവർക്ക് ആ കൂടി ഒരു ആശ്രയമായിട്ട് നോക്കിക്കാൻ ചെന്ന പറഞ്ഞ് നിങ്ങളെ മൊത്തം കൊന്നേച്ചാ വീട് തട്ടിയെടുക്കാൻ അവർ നോക്കിയിരിക്കുക. ഇവർ നോക്കിക്കാൻ പോകുമ്പോഴും അവിടെ വെച്ചിരുന്ന കറിയും സാധനങ്ങളും കൊണ്ട് കൊടുത്തേച്ച് അങ്ങോട്ട് പോയത്. തിരിച്ചു വന്നപ്പോ നീട്ടിയൊരു മൂളും. മനസ്സിലാക്കി. ഇപ്പോഴല്ലേ അറിഞ്ഞത് വിവരം. സ്നേഹിച്ചതിന്റെ ഗുണം ഇതിനായിരുന്നെന്ന്. ഇത്രയും സ്നേഹമൊക്കെ കാണിച്ചത് ഇതിനായിരുന്നു ഇപ്പോഴില്ലേ മനസ്സിലാക്കി. എന്നിട്ട് 2-3 തുപ്പും തൊപ്പിയേച്ച ഈ കാര്യങ്ങൾ പറയുന്നത്. പിന്നെ മിണ്ടാട്ടമില്ല, അനക്കമില്ല. ഉണ്ടായിരുന്ന സ്നേഹവും തീർന്നു.
പിശാച് എന്തോ ചെയ്തായിരുന്നേ, എത്രമാത്രം നമുക്ക് ശത്രുത ഉണ്ടാക്കി തരാവോ അത്രയും നമ്മളെ ശത്രുതയിലേക്ക് നയിക്കും. ഈശോ പറയുന്നത് നിങ്ങള് ശത്രുക്കളെ സ്നേഹിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോഴ് യെരമ്യാ 1:5, എന്റെ അമ്മയുടെ ഉദരത്തിൽ രൂപം നൽകുന്നതിന് മുമ്പ് തന്നെ നിന്നെ ഞാൻ അറിഞ്ഞിരുന്നു, എന്റെ അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചിരുന്നു. അപ്പോഴ് രണ്ടാമത്തെ വയസ്സ് മുതലാണ് നമ്മൾ ഒന്നൊന്ന് കൂട്ടുന്നത്. 9 മാസം, 9 ദിവസം, 9 നാഴിക, 9 വിനാഴിക, ഇത്രയും കഴിഞ്ഞിട്ടാ പുറത്ത് വരുന്നത്. ഇപ്പൊ അങ്ങനെ അതൊന്നും നോക്കേണ്ട കാര്യമില്ല. അങ്ങോട്ട് ഒന്ന് ചെന്ന് നിന്ന് കൊടുത്താൽ മതി, അവര് കീറി അന്നേരത്തെ കൈ തരും. എങ്ങനെ വേണേലും കീറി തരും. എങ്ങനെയെങ്കിലും ഇതിനെ ഒന്ന് പുറത്തെടുത്താൽ മതി, എങ്ങനെയെങ്കിലും ഇതിനെ ഒന്ന് പുറത്തെടുത്താൽ മതി. ജോലിക്ക് പോകണം, ഒരുപാട് ലീവായിപ്പോയി, അതുകൊണ്ട് ജോലിക്ക് പോകണം. നാളെ പത്രം വായിച്ചായിരുന്നു നിങ്ങൾ കണ്ട, കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുമ്പുള്ള പത്രം. 2 ടീച്ചർമാര്, ഒരു കൊച്ചുണ്ടായ അവർക്ക്. കൊച്ചിനെ നോക്കാൻ നേരമില്ല, ജോലിക്കാരിയെ ഏൽപ്പിച്ചു. 2 വയസ്സുകാരി കൊച്ചിനെ ആവശ്യവും പൈസത്തൊക്കെ അത് ഒഴിക്കുകയൊക്കെ ചെയ്യുന്നു. ഇവിടെ സ്വന്തം അപ്പനും അമ്മയ്ക്കും ഇല്ലാത്ത നോട്ടം അവർക്കെന്ത് വല്ല ആവശ്യമുണ്ടോ? കൊച്ചിന് കൊടുത്തേച്ച് പോകുന്ന സാധനങ്ങളെല്ലാം അവര് കഴിക്കും. കൊച്ചു മിണ്ടാതിരിക്കാനായിട്ട് ചവിട്ടുകയും തൊഴിക്കുകയൊക്കെ ചെയ്യും. ഇവരറിയാതെ ഒളിക്യാമറ സ്ഥാപിച്ചു കഴിഞ്ഞപ്പോഴേ കൊച്ചിനെ എന്തൊക്കെയാ ചെയ്യുന്നതെന്ന് തന്തയും തള്ളയും കണ്ട്. കാശ് എന്തിനാ ഉപകരിക്കുന്നു? ഇത് കാശിന്റെ പുറകിന് പോകുമ്പോ ഒന്നീ ജോലി രാജിവെക്കണം, അല്ലെ ജോലി കളഞ്ഞേക്കണം. വേണ്ട, ദൈവം ഏൽപ്പിച്ചു തന്നെയാണ് കുഞ്ഞിനെ. അതിനെ പോറ്റുക, വളർത്തുക എന്നുള്ളതാണ് ജീവിതം. അതിനെ നശിപ്പിച്ചു കളയണം. കൊച്ച് വൈകിട്ട് തന്തയും തള്ളയും വരുമ്പോ കൊച്ച് മയങ്ങിക്കിടക്കുന്നു. തളർന്ന് മയങ്ങിക്കിടക്കുന്ന കൊച്ചിനെ അവർ കാണുന്നത് എന്താണെന്ന് അറിയാനായിട്ടാണ് അവർ ഒളിക്യാമറ ഒക്കെ വെച്ചത്. അതുകൊണ്ട് ഓരോരുത്തരും പറയുന്നത്, കുഞ്ഞുങ്ങളെയൊക്കെ വളർത്തുന്ന സ്ഥലങ്ങളിൽ കൊണ്ട് കൊടുത്തേച്ച് എന്നാലും ബ്രദറെ ജോലിക്ക് പോകണ്ടായോ, ജോലി ചെയ്യണ്ടായോ? ദൈവം എന്താ പറഞ്ഞിരിക്കുന്നത്? സ്ത്രീകളെ, നിങ്ങളുടെ നെറ്റിയിലെ വിയർപ്പുകൊണ്ട് നിങ്ങള് അപ്പം ഭക്ഷിക്കുക, അല്ലേ? സ്ത്രീകളെ, നിങ്ങളുടെ നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് അപ്പം ഭക്ഷിക്കുക, അങ്ങനെയല്ലേ പറഞ്ഞിരിക്കുന്നേ? ആണോ? അല്ലെന്ന്. അത് നിങ്ങൾ അല്ലെന്ന് പറയാൻ കാരണം എന്താ? ഇവിടെ പണിയില്ലാത്ത ഒരു കാര്യം പറയുന്നുണ്ട്. പണിക്ക് പോവാത്ത ഒരു കാര്യം പറയുന്നുണ്ട്. അവർക്കറിയാം. ദൈവം പറഞ്ഞ ഒരു കാര്യം ഇത് മാത്രമേ ഉള്ളൂ, നീ വേദന സഹിച്ച് കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുക. ഈ വേദന സഹിച്ച് കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുക. ആദത്തിനോട് പറഞ്ഞ് നീ നെറ്റിയിലെ വിയർപ്പ് അപ്പമായിട്ട് ഭക്ഷിക്കുക. എപ്പോഴാണോ പെണ്ണുങ്ങള് അപ്പം ഭക്ഷിക്കാൻ തുടങ്ങി, അതോടെ ജീവിതം കുളമായി, ജീവിതം തീർന്ന്, പ്രശ്നമായി. മക്കളെ നോക്കാൻ നേരമില്ല, വഴിതെറ്റി പോവുക അവര്. അതുകൊണ്ട് ഇവിടെ ഹരിപ്പാട്ടുണ്ടായിരുന്ന ഒരു പ്രൊഫസർ പത്രത്തിന്റെ ഫ്രണ്ട് പേജില് വെണ്ടയ്ക്ക അക്ഷരത്തിൽ എഴുതി, തെറ്റ് ചെയ്തവനെ നിയമത്തിന് ഏൽപ്പിച്ചു. അവൻ വേറൊന്നും ചെയ്തില്ല, നാടൻ ബോംബുണ്ടാക്കി സിനിമാ സ്റ്റൈലിൽ വന്നിട്ട് ഒരു ബാങ്കിന്റെ അകത്തെടുത്ത് എറിഞ്ഞു നിൽക്കും, നാടൻ ബോംബ്. അവിടെ ഉണ്ടായിരുന്ന ജനങ്ങളെല്ലാം ഭീകരാന്തരീക്ഷത്തിലാക്കി. എന്നിട്ട് അവൻ രജനി സ്റ്റൈലിൽ പോയി ബൈക്ക് എന്നാണ് ഓടിച്ചോണ്ട് പോയി. എന്നിട്ട് പ്രൊഫസർ പിറ്റേ ദിവസം പറഞ്ഞിരിക്കുന്നത്, മോനെ നിയമത്തിന് വിട്ടുകൊടുത്തു. യഥാർത്ഥത്തിൽ ആരാ പോണ്ടേ? അമ്മയല്ലായിരുന്നോ പോണ്ടേ? ഈ പൊക്കണമെടുത്ത് തൂക്കിക്കൊണ്ട് പോകുമ്പോൾ ഓർക്കണം, എന്റെ കുഞ്ഞ് നാളെ ഇതുപോലെയൊക്കെയുള്ള പ്രവൃത്തി ചെയ്യും. നീ എത്രമാത്രം ഉന്നതനാണോ അത്രമാത്രം വിനീതനാകുക. പ്രഭാഷണം 3:18. കൊടുക്കേണ്ട അംഗീകാരം വീട്ടിൽ കൊടുക്കണമായിരുന്നു.
കിട്ടാതെ പോയ അംഗീകാരമാണ് വേറെ പോയി മേടിക്കുന്നത്. ആരാ ഉത്തരവാദി? ഈ അമ്മ പ്രസവിച്ചോണ്ടല്ലേ മോനിങ്ങനെ ചെയ്യാൻ കാരണമായത്. പ്രസവിച്ചില്ലെങ്കിൽ വരുമോ ഇങ്ങനെയൊക്കെ? അപ്പൊ ആരാ ഉത്തരവാദി? അമ്മ. ഇപ്പം മക്കള് കാണിക്കുന്ന പ്രവൃത്തിയുടെ ഉത്തരവാദി ആരാ? അത് കുഞ്ഞുങ്ങളാണ്. കുഞ്ഞുങ്ങളല്ല, അമ്മമാരാണ് പ്രശ്ന കാരണക്കാർ. അതുകൊണ്ടാ വയറ്റിൽ കിടക്കുമ്പോഴേ ഫോണെടുത്ത് കുണുകുണാന്ന് പറഞ്ഞിപ്പോഴേ പുറത്തിറങ്ങി വന്നു കഴിയുമ്പോഴേ ആ 1 വയസ്സ് പോലും തികണ്ട ഫോൺ വിളിച്ചോളെ. 1 വയസ്സ് പോലും ആകണ്ട. നമ്മളെ വിചാരിക്കുന്നതാണ്ട് കൊച്ചിന്റെ പ്രശ്നമാണ്, കൊച്ചാ കുഴപ്പക്കാര്. ഇല്ലേ? നിങ്ങളുടെ എല്ലാം മക്കളെ നിങ്ങൾ വന്നിട്ട് പറയും, ബ്രദർ എന്തിനാ ഗുരുത്തക്കേട്. എവിടുന്നാ വരുന്ന ഗുരുത്തക്കേട്? ഇച്ചിരി വയറ് വലുതാവുന്ന കാണുമ്പോഴാണ് ഇങ്ങനെ പിടിക്കാൻ തുടങ്ങി. ഇങ്ങനെ പിടിച്ചോണ്ട